അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ലയിച്ചു ചേരുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് ദുആ ചെയ്തു നമുക്ക് പിരിയാം. കരുണക്കടലായ റബ്ബ് നമ്മുടെ ഹൃദയങ്ങൾക്ക് ആത്മീയ പ്രഭ തന്ന് അല്ലാഹു മോടി പിടിപ്പിക്കട്ടെ, മൊഞ്ചുള്ളതാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ് ഇലാഹി ലയനത്തിന്റെ ആദ്യ പഠനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം ആ വഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ഭൗതിക ലോകത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളെയും ഒഴിവാക്കിയിട്ടാണ്. സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോഴും ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെയാണ്. വളരെ സുഖലോലുപതയിൽ ജീവിക്കാം, വലിയ പദവിയിൽ ജീവിക്കാം. അതിൽ നിന്ന് പതിയെ പതിയെ ഇലാഹി ലയനത്തിലേക്ക് ലയിച്ചിറങ്ങുമ്പോ ഭൗതിക ലോകത്തിനോട് വെറുപ്പ് തോന്നി അതിനെ ആട്ടിയോടിക്കുന്ന മഹാത്ഭുതം നമുക്ക് കണ്ടെത്താൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു തന്റെ രാജാധികാരത്തെയാണ് ഇലാഹി ലയനത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ഭൗതിക വിഭവങ്ങളെയാണ് ദൂരേക്ക് വലിച്ചെറിഞ്ഞത്. താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അധികാരത്തിന്റെ മത്ത് പിടിപ്പിക്കുന്ന സുഖത്തെയാണ് പ്രപഞ്ച സൃഷ്ടാവിലേക്കുള്ള യാത്രയിൽ വലിച്ചെറിഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, പടച്ചവനെ, എന്നാലും ഒരു സുഖക്കുറവ് എന്റെ മനസ്സിൽ, ഒരു വേദന, ഒരു ബേജാറ് എന്റെ മനസ്സിലുണ്ട്. പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, മാ യസ്കുനു ബിഹി ഖൽബഹു ഖബ്ല ലിഖായിക, നിന്റെ ലിഖായിലേക്ക് ലയിച്ചു ചേരുന്നതിനു മുമ്പുള്ള ഒരു സമാധാനം, ഒരു സ്വസ്ഥത, ലിഖായിലേക്ക് ചേരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതും എനിക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാട്, ഈ വർജിക്കല്, ഈ ഒഴിവാക്കലൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. ആ സമയത്ത് കരുണക്കടലായ റബ്ബ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ അറിയിപ്പ് കൊടുത്തത് എങ്ങനെയാണ്? അള്ളാഹുവിലേക്ക് പരിപൂർണമായും ലയിച്ചു ചേരുന്നതിന് മുമ്പ് ആ ഒരു സുഖം നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നതാണ്. ആ സുഖത്തിലേക്ക് നമ്മൾ എത്തുക എന്നതാണ്. അള്ളാഹു എന്ന പ്രപഞ്ച സൃഷ്ടാവിലേക്ക് ലയിച്ചു ചേരുന്ന സുഖത്തിലേക്ക് നമ്മൾ എത്തുക. വിശ്വാസിക്ക് നിർബന്ധമായത് അള്ളാഹുവിനെ പഠിക്കലാണ്. ഏറ്റവും ശ്രേഷ്ഠമായ അമല് അള്ളാഹുവിനെ അറിയലാണ്. ആ അറിവിലേക്ക് നമ്മൾ എത്തി അതിന്റെ ഒരു സുഖം നമ്മൾ നുകരുന്നുണ്ട്. അവിടെ എല്ലാ നിരീശ്വരവാദത്തിന്റെ മീഡിയ പ്രചരണങ്ങളും നമ്മുടെ കൺമുമ്പിൽ തകർന്നടിഞ്ഞു പോകുമൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ സുഖരസത്തിലേക്ക് നാം ചേരുമ്പോ അതിന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്ന വർത്തമാനം, അങ്ങനെയുള്ള ആളുകൾക്ക് അതിന്റെ തുടക്കത്തിൽ ഒരു യാത്രയുണ്ട് എന്നാണ്. ആ യാത്രയെ ചില അടയാളങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് ലയിക്കാനുള്ള യാത്രയാണ് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ചില അടയാളങ്ങൾ ആ മനുഷ്യന്റെ ശരീരത്തിനുണ്ടാകുമെന്നാണ്. ഹലാം അലാമത്തു ഹുബ്ബില്ലാഹ്, ഹുബ്ബു ദിക്രില്ലാഹ്, അലാമത്തു ഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ പ്രണയിക്കുന്നു, ലയിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ഒന്നാമത്തെ അടയാളം ഹുബ്ബു ദിക്രില്ലാഹ് എന്നതാണ്. അല്ലാഹുവിന്റെ ദിക്റിനെ സ്നേഹിക്കുക എന്നതാണ്. ദിക്റെപ്പോഴും വേണ്ടുന്നതാണ് റബ്ബിന്, ഇല്ലാതെ വന്നാൽ നമ്മളെ പിന്നെന്തിന്? ആയിരക്കണക്കായ മഖാമുകളിൽ സിയാറത്ത് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ വലിയെന്ന് പറയുന്ന മഹാ ശിരസിലേക്ക് എടുത്തു വെച്ച മഹാ കിരീടത്തിന്റെ സമക്ഷം പടച്ചവന്റെ ഓരത്തുപോയി പറന്നു വന്ന സുഖരസം നേടിയ വിലായത്തിന്റെ പദവിയുടെ പരിസരങ്ങളിൽ പരിമളം ആസ്വദിച്ചുകൊണ്ട് പാറിപ്പറക്കുന്ന മുസാഫിരീങ്ങളെ, അവരെങ്ങനെയാണ് ഇത്രയും വലിയ പദവിയിലേക്ക്, ദറജയിലേക്ക് എത്തിയതെന്നറിയുമോ? അതിന്റെ ഒന്നാമത്തെ വാതിൽ ദിക്റാണ്. ഒന്നാമത്തെ വാതിൽ ദിക്റാണ്. ശുക്ർ വരുന്നത് പിന്നെയാണ്.
സ്വബർ വരുന്നത് പിന്നെയാണ്, എല്ലാ പദവികളും നേട്ടങ്ങളും വരുന്നത് പിന്നെയാണ്. തുടക്കം ദിക്റ് തന്നെയാണ്. അതുകൊണ്ട് തസ്ബീഹുമാലയുമായി നടക്കുന്നവരെ കണ്ടാൽ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, അവരെ പരിഹസിക്കരുത്. എത്ര വിരലിൽ തസ്ബീഹുമാല ഇട്ടുകൊണ്ട് നടക്കട്ടെ, അവര് തസ്ബീഹ് വാഹനത്തിന്റെ അകത്ത് ചൊല്ലിക്കൊണ്ട് നടക്കട്ടെ, കുപ്പായത്തിൽ അവരുടെ പോക്കറ്റിൽ തസ്ബീഹുമാല കൊണ്ട് നടക്കട്ടെ, അവരെ പരിഹസിക്കരുത്. അത് തസ്ബീഹുമാല കാണുന്നവർക്ക് ദിക്ർ ഓർമ്മ വരുന്നത് പോലെ അത് വിരൽ തുമ്പിലൂടെ തട്ടിമറിക്കുമ്പോ വരുന്ന അക്ഷരമുത്തുകൾ പടച്ചവന്റെ പൊരുത്തത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ ദിക്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞത് ഫദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, ധാരാളം ദിക്ർ നിങ്ങൾ ചൊല്ലുക എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമുക്കറിയാം. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന പർവ്വതം നമ്മൾ മക്കത്ത് പോകുമ്പോ കാണുന്നതാണ്. ആ പർവ്വതത്തിന്റെ അകത്തേക്ക് ദീർഘദൂരം ത്യാഗം ചെയ്ത് നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. ആ പർവ്വതത്തിന്റെ മുകളിൽ പോയി ഒരു സുജൂദ് ചെയ്ത് മടങ്ങി വരുന്നവരാണ്. ദീർഘകാലം ഒറ്റക്ക പർവ്വതത്തിന്റെ ഗുഹാന്തരത്തിന്റെ അകത്തളത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്യാഗം ചെയ്ത് അല്ലാഹുവിന്റെ സ്മരണകളിലായി ഓർമ്മകളിലായി ഇരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അതൊരു തുടക്കമാണ്, അല്ലാഹുവിലേക്കുള്ള ലയനത്തിന്റെ തുടക്കമാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് വർത്തമാനം പറയാൻ പോകുന്നതിന് മുമ്പ് അതിന്റെ ഒരുക്കങ്ങളുടെ കൂട്ടത്തിൽ കുറെ സമയം അല്ലാഹുവിന്റെ സ്മരണയിൽ ഇരിക്കുന്ന ചില പഠനങ്ങളെ നമുക്ക് കാണാം. മടവൂര് മഖാമിന്റെ പരിസരത്ത് പരിമളം തേടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, ആ ദിക്റിന്റെ വാതിൽ നമുക്കങ്ങ് തുറന്നു വെച്ചാലോ? പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, കഷ്ടപ്പാടിന്റെ, നൊമ്പരത്തിന്റെ എല്ലാ ഭയാനകരമായ ചിന്തകളും മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ദിക്ർ തരുന്ന സമാധാനം വളരെ വലുതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പർവ്വതം ഇടിഞ്ഞു വീണാലും പുഞ്ചിരി തൂകിക്കൊണ്ട് പടച്ചവന്റെ സിംഹാസനത്തിന്റെ ചോട്ടിൽ വന്നിരിക്കാൻ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കഴിയുന്നെങ്കിൽ ദിക്റിന്റെ കവാടം തുറന്നുകൊണ്ട് പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, വാർത്താ മാധ്യമങ്ങളുടെ ക്രൂരമായ അമ്പുകൾ നമ്മുടെ കൽബിൽ തറക്കുമ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം മറക്കരുത്. നമ്മള് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂജഹൽ മൂർച്ച കൂട്ടുന്ന വാളിന്റെ ഇടയിലൂടെ ദിക്ർ ചൊല്ലി നടന്നു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ, വട്ടം കൂടിയിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുന്നിൽ കാരുണ്യത്തിന്റെ നിറനിലാവ് പുഞ്ചിരി തൂകിയിട്ട് ഉദിച്ചു നിൽക്കാനും കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ദിക്ർ കൊടുത്തിരിക്കുന്ന ഒരു ആർജവമാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ അദ്കാറിന്റെ നനവ് നിന്റെ നാവിലൂടെ മടക്കി കൊണ്ടുവന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലയിച്ചു ചേർന്ന ലയനത്തിന്റെ ഒന്നാമത്തെ വാതിൽ തുറക്കാൻ നിനക്ക് കഴിയുന്നതാണ്. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. തീർച്ചയായിട്ടും നമ്മൾ ചൊല്ലണം, നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം, നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം. ദിക്ർ ചൊല്ലുന്ന, ദിക്റിൽ ലയിക്കുന്ന, ദിക്റിലേക്ക് ചേരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയണം. മൻ അഖ്ലസ ലില്ലാഹി 40 യൗമൻ. ഞാൻ ഈ പറയുന്നതൊക്കെ ഈ മഖാമിന്റെ ചാരത്ത് വന്ന അതബോടെ കൂടി പറയുന്ന കാര്യങ്ങള് എനിക്കും നിങ്ങൾക്കും ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കുറെ ഇങ്ങനെ ജീവിച്ച് ഇപ്പൊ കുറച്ച് 2-3 ദിവസം മുമ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കബീർ സാഹിബ് കൊണ്ടോട്ടി മരണപ്പെട്ടു പോയി. KMCCയുടെ കർമ്മധീരനായ പ്രവർത്തകൻ. വെറും ഒരു KMCCയുടെ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ പോരാ. ഒരു സഹോദരൻ ഒരു ദുഃഖമുണ്ടായാൽ, ഒരു വേദനയുണ്ടായാൽ, ഒരു നൊമ്പരമുണ്ടായാൽ ആദ്യം ഓടിയെത്തുന്ന KMCCയുടെ പ്രവർത്തകൻ. ഒരു സൗഹൃദ വലയത്തിൽപ്പെട്ട ഒരാൾ സുഖമില്ലാണ്ട് കിടക്കുന്നു എന്നറിഞ്ഞാൽ ആദ്യം അന്വേഷിച്ചെത്തുന്ന ആദ്യത്തെ ഫോൺ കോള്, ആദ്യത്തെ മെസ്സേജ്, ഒരു കുടുംബത്തിനൊരു സാമ്പത്തിക സഹായം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന സാമ്പത്തിക സഹായം. അങ്ങനെ
പുറമേ ചിരിക്കാൻ മാത്രം പഠിച്ച, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പ്രേരിപ്പിച്ച, നല്ല സരളമായ സരസമായ വർത്താനം പറയുന്ന ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിന്റെ മണ്ണിൽ അതോ കല്ലും കട്ടയും മണ്ണും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആ മണ്ണിൽ വന്നിരുന്ന് ഇതെങ്ങനെ നിങ്ങൾ പടുത്തുയർത്തി ഈ രോഗികൾക്ക് അഭയം കൊടുക്കുമെന്ന് ചോദിക്കുകയും കൂടെ ഞങ്ങളുണ്ട് എന്ന് തലോടുകയും ചെയ്ത പ്രിയപ്പെട്ട കബീർ സാഹിബ്. മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ വാർത്ത വരുമ്പോ ഞാൻ നാട്ടിലില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ വസിയത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് അയക്കാൻ, ജുമാ നിസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കരിക്കണമെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സമർപ്പണ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഈ CM മഖാമിന്റെ തിരുമുറ്റത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഞാൻ വിശ്വസിക്കുകയാണ്, ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് അദ്ദേഹത്തിന് വലിയ ഖബറിന്റെ അകത്ത് വലിയ സമാധാനം ലഭിക്കും എന്ന്. അല്ലാഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ചെയ്തുപോയ കാരുണ്യ പ്രവർത്തനങ്ങൾ, അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങളെ കരിച്ചു കളയാൻ മാത്രമുണ്ട് എന്ന് അദ്ദേഹത്തിനോട് സന്തർ സഹചാരികളായുള്ളവ മുഴുവൻ ആളുകൾക്കും അറിയാം. കാരുണ്യവാനായ റബ്ബ് ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ. കുറെയൊക്കെ നമുക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിയണം. അള്ളാഹുവിന് വേണ്ടി കുറച്ചൊക്കെ ഒന്ന് ചടഞ്ഞിരിക്കാൻ നമുക്ക് സാധിക്കണം. ശ്രദ്ധിക്കണേ, ഈ ഹദീസുകൾ ശ്രദ്ധിക്കണേ. അള്ളാഹുവിന് വേണ്ടി 40 ദിവസം നിങ്ങൾ ആരെങ്കിലും അടങ്ങി ഒതുങ്ങി ഇഖ്ലാസോടെ പടച്ചവന്റെ ഓർമ്മയിൽ ഇരുന്നാൽ അവന്റെ ഹൃദയത്തിന് അല്ലാഹു ഒരു പ്രഭ കൊടുക്കുന്നതാണ്, പ്രകാശം. ആ പ്രകാശം പിന്നെ കൂടിക്കൂടി വരും. പിന്നെ ഭൗതിക ലോകത്തിന്റെ നഷ്ടങ്ങളെ അവനെ പരാജയപ്പെടുത്താനും കഴിയില്ല. പിന്നെ യുദ്ധത്തിന്റെ മിസൈലുകൾ, യുദ്ധത്തിന്റെ അണുബോംബിന്റെ ആക്രമണങ്ങൾ അവന്റെ രോമത്തിനെ കീഴ്പ്പെടുത്താനും കഴിയില്ല. അവന്റെ വിശ്വാസത്തിന് മുന്നിൽ സർവരും പരാജയപ്പെട്ടു പോകുന്നതാണ്. അതാണ് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിൽ കണ്ടത്, സൂഫിയാക്കളിൽ കണ്ടത്, ഔലിയാക്കളിൽ കണ്ടത്, ആരിഫീങ്ങളിൽ കണ്ടത്. നിങ്ങളുടെ തിരുമുറ്റത്ത് രാജകുമാരനെ പോലെ കിടന്നുറങ്ങുന്ന വലിയുള്ളാഹി CM മടവൂർ റളിയല്ലാഹു അൻഹുവിൽ കണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദിക്റിന്റെ മധുരത്തിന്റെ പേമാരി നിന്റെ ഖൽബകത്ത് പെയ്തിറങ്ങുമ്പോ നവ്വറല്ലാഹു ഖൽബഹു, അവന്റെ ഹൃദയത്തിന് അല്ലാഹു ഒരു പ്രഭ കൊടുക്കുന്നതാണ്, ഒരു പ്രകാശം കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, എല്ലാവരെയും നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തരുത്. എന്താണ് അവന്റെ നിസ്കാരം, എന്താണ് അവന്റെ ദിക്ർ, എന്താണ് അവന്റെ വർത്താനം, എന്താണ് അവന്റെ തലയിൽ കെട്ട്, എന്താണ് അവന്റെ വേഷം, ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിലയിരുത്തരുത്. അവന്റെ ഹൃദയത്തിന്റെ പ്രഭ ചിലപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അർശോളം എത്താൻ മതിയാകുന്നതാണ്. എനിക്ക് പേടിയാണ് മക്കാമുകളിലൊക്കെ വരുമ്പോ. ചിലപ്പോ കണ്ടാൽ ഒരു ഭ്രാന്തനെ പോലെ തോന്നാം. നല്ല വസ്ത്രമൊന്നും ചിലപ്പോ ധരിച്ചിട്ടുണ്ടാവില്ല, മോശമായ വസ്ത്രധാരണമാകാം. പക്ഷെ അവരെ കാണുമ്പോ അവരടുത്തേക്ക് ചെല്ലാൻ ആളുകൾ ചിലപ്പോ മടിക്കുന്നുണ്ടാവാം. ഈ മഖാമിന്റെ പരിസരത്ത് എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ടാവും. ഒറ്റ നോട്ടത്തിൽ നമ്മൾ അവരെ വിലയിരുത്തരുത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. അവനെന്താ അങ്ങനെ നിസ്കരിക്കുന്നേ, അവനെന്താ അങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നേ, അവനെന്താ മഖാമിന്റെ, അവനെന്താ അധികാരം, അവനെന്താ സ്ഥാനം, ഒന്നിനും പോകരുത്. നമ്മുടെ കാര്യം നോക്കുക. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റക്അത്താനി മിൻ റജുലിൻ വരിയൻ അഫ്ളലു മിൻ അൽഫി റക്അത്തിൻ മിൻ മുഖ്ലഖിൻ. സാധാരണ മനുഷ്യന്റെ 1000 റക്അത്ത് നിസ്കാരത്തിനേക്കാൾ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും പ്രിയമുള്ളത്, ഇഷ്ടമുള്ളത് സൂക്ഷ്മജ്ഞാനികളുടെ 2 റക്അത്ത് നമസ്കാരമാണ്. ആയിരക്കണക്കിന് റക്അത്തുകൾ നിസ്കരിക്കുന്ന സാധാരണക്കാരായ നമ്മൾ മറ്റൊരാളെ കുറിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ ചിലപ്പോ അയാളുടെ 2 റക്അത്ത് നമ്മൾ വർഷങ്ങളോളം നിസ്കരിച്ച നിസ്കാരത്തെക്കാളും അല്ലാഹുവിന് പ്രിയപ്പെട്ടതാകാം. അതുകൊണ്ടാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, യാ അല്ലാഹ് അരിനി അഹ്ല മഹബ്ബതിക, യാ അല്ലാഹ് നിന്നെ അത്രമേൽ ഇഷ്ടം വെക്കുന്ന ഒരു സംഘമുണ്ടെങ്കിൽ എനിക്കൊന്ന് കാട്ടിത്തരണമല്ലാ. അരിനി അഹ്ല മഹബ്ബതിക, നിന്നെ അത്രമേൽ പ്രിയം വെക്കുന്ന ഒരു സംഘമുണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയിച്ചു തരണം അല്ലാ.
ശ്രദ്ധിക്കേണ്ട ചരിത്രമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട സംഘമാരാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട വിഭാഗമാരാണ്, അള്ളാഹിന്റെ പൊരുത്തം നേടിയിരുന്ന സംഘമാരാണ്. നമുക്കതിനകത്ത് പെടണ്ടേ എന്റെ മടവൂരിലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും ഇഷ്ടപ്പെട്ടാ മതിയോ? അവർക്ക് വേണ്ടി ജീവിച്ചാ മതിയോ? അവർക്ക് വേണ്ടി പണം ചെലവഴിച്ചാ മതിയോ? അവർക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞാ മതിയോ? അവർക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിച്ചാ മതിയോ? അള്ളാഹു ഇഷ്ടപ്പെട്ട സംഘത്തിലേക്ക് പെടണ്ടേ പ്രിയപ്പെട്ടവരെ? എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തോടെ മരിക്കാനും കഴിയണ്ടേ? മരണപ്പെട്ടാൽ ഓർമ്മ പുസ്തകത്തിന്റെ കടലാസുകൾ നമ്മുടെ മക്കൾ വലിച്ചു കീറിക്കളഞ്ഞിട്ട് ദുനിയാവിന്റെ തിരക്കിലേക്ക് മക്കൾ ഓടുമ്പോ അള്ളാഹുലേക്ക് അടുത്തു പോയവരാണെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കില്ല പ്രിയപ്പെട്ടവരെ, അതൊന്നും നമ്മളെ ബാധിക്കില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ദാവൂദ് നബി അലൈഹി സ്വലാം ചോദിക്കാണ്, അരിനി അഹ്ല മഹബ്ബത്തിക, നിന്നെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സംഘമുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണം. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് കരുണക്കടലായ റബ്ബ് പറയുകയാണ്, 14 ആളുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, പർവ്വതം കാണിച്ചു കൊടുക്കുകയാണ്. ആ പർവ്വതത്തിന്റെ മലനിരകൾക്കിടയിലൂടെ യാത്ര ചെയ്ത് ആ കാണുന്ന വലിയ പർവ്വതത്തിന്റെ പുറത്ത് ചെല്ലുമ്പോ എന്നെ മാത്രം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു 14ഓളം ആളുകളെ നിനക്കവിടെ കാണാ. അഹ്ല മഹബ്ബത്തി, അഹ്ല മഹബ്ബത്തി, ഞാനല്ലാതെ അവരുടെ കൽബിലില്ല. എനിക്ക് തരുന്ന സ്ഥാനം അവരാർക്കും കൊടുത്തിട്ടില്ല. അവരെ കൽബ് നിറച്ച് ഞാനാണ്. ആ മഹബ്ബത്തിന്റെ 14ഓളം ആളുകളെ ആ പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിനക്ക് കാണാമെന്ന് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകനായ ദാവൂദ് നബി അവരോട് കാണാൻ വേണ്ടി പോകുന്ന രംഗമുണ്ട്. അള്ളാഹ് പറയുകയാണ് ദാവൂദ് നബിയോട്, അവിടെ ചെന്നിട്ട് പറയേണ്ട കാര്യം, അള്ളാഹു അവരെ ആദരിക്കുന്ന കാര്യം, അവരെ കബൂലിയത്തിന്റെ കാര്യം, അവർക്ക് സലാം പറഞ്ഞ കാര്യം, ഇതെല്ലാം ദാവൂദ് നബിയെ നിങ്ങൾ അവരോട് പറയണമെന്ന് പറയുമ്പോ ആ 14 ആളുകളടങ്ങുന്ന സംഘത്തിന്റെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം സലാം പറഞ്ഞ് കടന്നു ചെല്ലുമ്പോ ആ ഗിരിനിരകൾക്കിടയിൽ നിന്ന് 14 ആളുകൾ എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുമ്പോ ഇന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം അവരോട് പറയുകയാ. ഇവരെ കാണുമ്പോ ഈ 14 ആളുകളും എഴുന്നേറ്റ് ഓടാൻ നോക്കുകയാണ്. അള്ളാഹുവിന്റെ പേരിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്ക്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വലിയ നസ്ർ എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ബോർഡടിച്ചു വെച്ച് പണമുണ്ടാക്കുന്നവർക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തൊക്കെയാണ് ആത്മീയതയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിസരത്തിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാം ഈ 14 പേർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഇറങ്ങി ഓടുകയാണ് അവര്. കാരണം അവരുടെ പദവി, അവരുടെ ദറജ, അതൊന്നും പുറത്തുള്ള ഒരാളും മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്നതിലാണ് ആ ഓട്ടം. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ദാവൂദ് നബി അവരോട് പറയുകയാണ്, പടച്ചവൻ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. കണ്ണീര് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ആ 14 പേർക്കും പിന്നെ കണ്ണീര് തന്നെയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം പറയുകയാണ്, കണ്ണടർന്ന് വീഴുമോ എന്ന് പേടിച്ചു പോകുന്ന വിധത്തിലാണ് അവര് പൊട്ടിക്കരഞ്ഞിരുന്നത്. അവരെ കരച്ചിൽ കണ്ട് ഞാൻ ഭയന്നു പോയി എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം പറയുകയാണ്. കമിളുകളിലൂടെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ദാവൂദ് നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ റബ്ബിനോട് പറയാനുണ്ടോ? 14 ആളുകളും തല കുമ്പിട്ടിരുന്ന് കരയുന്നതല്ലാതെ അതാണ് പ്രണയം. എന്റെ മുഅ്മിനീങ്ങളെ, 25-ാം രാവിലും 27-ാം രാവിലും ഒക്കെ മുഅ്മിനീങ്ങൾ ശിരസ് സുജൂദിൽ കിടത്തിയിട്ട് പൊട്ടിക്കരഞ്ഞ് മുസല്ല കരയുന്ന പാതിരാവിന്റെ സുഗന്ധമുള്ള ലൈലത്തുൽ ഖദറിന്റെ രാവുകൾ, അതാണ് പ്രണയം പ്രിയപ്പെട്ടവരെ. അവിടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ കഴിയില്ല, അവിടെ പണത്തെ നോക്കാൻ കഴിയില്ല, അവിടെ കുടുംബത്തിന്റെ ഓർമ്മകൾ വരില്ല. ഇലാഹായ പടച്ചവനിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു സുഖസുന്ദരമായ നിമിഷമാണ്. ആ 14 പേരിൽ കുറെ പ്രായാധിക്യം ചെന്ന ഒരാൾ പറയുകയാണ്, സുബ്ഹാനക് 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 നഹ്നു അബീദുക, അല്ലാഹുവേ ഞങ്ങൾ നിന്റെ അടിമയാണ്.
നമ്മുടെ ഇബാദത്തുകൾ ഈ റൂട്ടിലൂടെ തിരിച്ചുവിടണം. മൊബൈലിൽ ബെല്ല് കേൾക്കുമ്പോ സുജൂദിന്ന് തലതിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഒന്നിനും പോരാത്ത നിസ്കാരങ്ങളെ നാം മാറ്റിവെക്കണം. എന്റെ മുഅ്മിനീങ്ങളെ, ഹൃദയത്തിൽ അല്ലാഹുവിന് കൊടുക്കുന്ന സ്ഥാനത്തിലേക്ക് ആരും കടന്നു വരാതെ അദ്കാറിന്റെ പൂമഴ തീർക്കാൻ നിന്റെ ഹൃദയത്തിൽ നിനക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നാവുകൊണ്ട് ഫസാദും ഈബത്തും പറഞ്ഞ അലിമീങ്ങളെ, സയ്യിദന്മാരെ, രാഷ്ട്രീയക്കാരെ, കൂട്ടുകാരെ, കുടുംബക്കാരെ കുറ്റപ്പെടുത്തി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ കരിമ പറഞ്ഞ് മരിക്കാൻ കഴിയാത്ത പദപ്പതരത്തിന്റെ പടുങ്കുടിയിൽ ചെന്ന് വീഴാതെ ദിക്റിന്റെ സുഗന്ധമുള്ള നാവ്, ഈബത്തില്ലാത്ത, പരദൂഷണമില്ലാത്ത, ഫിത്നയില്ലാത്ത അല്ലാഹുവിന്റെ ഓർമ്മകളെ സുഗന്ധത്തോടെ താലോലിക്കുന്ന നാവായിട്ട് നിന്റെ നാവ് മാറാൻ കഴിയണം. 14-ാമനായ പ്രായാധിക്യത്തിന്റെ പടുങ്കുടിയിൽ വീണ സൂഫിയായ പടച്ചവനിലേക്ക് ലയിച്ചു ചേർന്ന മനുഷ്യൻ പറയാണ്, സുബ്ഹാനക് സുബ്ഹാനക് നഹ്നു അബീദുകൽ ളുഅഫാ. പടച്ചോനെ, ഞങ്ങൾ നിന്റെ ബലഹീനരായ അടിമകളാണ്. ഫഗ്ഫിർ ലനാ. ഇനി ശ്രദ്ധിക്കണേ മടവൂരുകാരെ, ഇനി ശ്രദ്ധിക്കണേ മടവൂരുകാരെ. CM വലിയുള്ള അടുത്ത് വന്ന് നിന്റെ സർവ്വ സങ്കടങ്ങളും ഇറക്കി വെച്ചു മടങ്ങി പോകുമ്പോ ആ പദവിയിലേക്ക് പ്രിയപ്പെട്ടവരും നടന്നു പോയതെങ്ങനെയെന്ന് ഒരു പാഠം നടത്താൻ നിനക്ക് കഴിയണേ, ഒരു പഠനം നടത്താൻ കഴിയണേ. സിയാറത്ത് ചെയ്ത് മടങ്ങി പോകുമ്പോ ആ ചരിത്രം നിന്റെ കൽബിനെ കൊത്തി വലിക്കട്ടെ. നീ ആരാണ്? നിനക്ക് ഇവിടെ വരാനുള്ള യോഗ്യതയുണ്ടോ? ഈ മുറ്റത്ത് നിൽക്കാനുള്ള അർഹതയുണ്ടോ? ഈ മാനിന്റെ പദവിയിൽ നീ എവിടെയാണ് നിൽക്കുന്നത്? ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ, ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾക്കൊന്നും നിങ്ങളുടെ റബ്ബിനോട് പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോ പ്രായം ചെന്ന സൂഫിയായ മനുഷ്യൻ പറയുകയാണ്, ഖുലൂബുനാ ഫീമാ മളാ മിൻ അമാരിനാ മാ ഖതഅ ഖുലൂബുനാ ഫീമാ മളാ മിൻ അമാരിനാ ഫഗ്ഫിർ ലനാ. ഞങ്ങളുടെ ആയുസ്സിൽ നിന്ന് നീയില്ലാത്ത ഒരു നിമിഷം നമ്മുടെ കൽബിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. ഇതാണ് മഹബ്ബത്ത്. ചെറുപ്പക്കാരാ, റമളാനിന്റെ പാതിരാത്രികൾ പോലും അത്താഴത്തിന്റെ സമയം വരെ ആഹാരത്തിന്റെ ആഘോഷങ്ങൾ കൊണ്ട് ആർഭാടം തീർക്കുന്ന കാലഘട്ടത്തിൽ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, കല്യാണത്തിന്റെ വേദികളിൽ ആർഭാടത്തിന്റെ കത്തി കൊണ്ട് ആത്മീയതയെ വെട്ടി മുറിഞ്ഞ് കബറടക്കുമ്പോ നിന്റെ ഹൃദയാന്തരത്തിൽ അല്ലാഹു ഉണ്ടോ? പെങ്ങളെ, ഒരുങ്ങിച്ചമഞ്ഞ് പുറത്തിറങ്ങുമ്പോ, ചുണ്ടു ചുമപ്പിക്കുമ്പോ, കമഴ് തൊടുപ്പത് മതിയാകാതിരിക്കുമ്പോ നിന്റെ ഹൃദയത്തിൽ നിന്ന് പടച്ചവൻ ഇറങ്ങി പോയിട്ടുണ്ടോ? എന്റെ മടവൂരിലെ പെങ്ങളെ, നിന്റെ ഹൃദയത്തിൽ നിന്ന് റബ്ബിറങ്ങി പോയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ പ്രിയപ്പെട്ടവർ അല്ലാഹുവോട് പറയാണ്, പടച്ചോനെ, ഫഗ്ഫിർ ലനാ മാ ഖതഅ ഖുലൂബുനാ ഫീമാ മളാ മിൻ അമാരിനാ. ഞങ്ങളുടെ ആയുസ്സിൽ ഹൃദയത്തിൽ നിന്ന് എപ്പോഴോ ഒരു സെക്കൻഡ് നീ മറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് മാപ്പ് നൽകണേ റബ്ബേ എന്നാണ്. കാരണം അതുപോലും പേടിയാണ്. വർഷങ്ങളോളം എല്ലാ ബന്ധവും മറന്ന് അള്ളാഹുലേക്ക് ലയിച്ചു ചേരുന്നവരുടെ പ്രാർത്ഥനയാണ്. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മൾ രക്ഷപ്പെടും, പ്രതീക്ഷ നല്ലതാണ്, അള്ളാഹുവിനെ കുറിച്ച് ഹുസ്നുൽ ദന്നുള്ളവർ തന്നെ രക്ഷപ്പെടും. പക്ഷെ നമ്മൾ അതിൽ പെടുമോ ഇല്ലയോ എന്ന് നമുക്കൊരു ആശങ്ക വേണ്ടേ? ബൈനൽ ഖൗഫി വറജാ. ഒരു വിശ്വാസിയുടെ ജീവിതം അങ്ങനെയാണ്. നിസ്കരിച്ചു കഴിഞ്ഞാൽ ബൈനൽ ഖൗഫി വറജാ, സ്വീകരിക്കുമോ എന്ന പേടിയും സ്വീകരിക്കണേ എന്ന ആഗ്രഹവും. അങ്ങനെ ഒരു നസീഹത്ത് കഴിഞ്ഞ് ഞാനിപ്പോ ഇന്നിവിടെ ദുആ ചെയ്യുമ്പോ, അല്ലാഹുവേ, ഈ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഈ 1.5 മണിക്കൂർ സ്വീകരിക്കുമോ എന്ന പേടിയും സ്വീകരിക്കണേ എന്ന കൊതിയുമാണ്. അത് വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളതാ. അതുകൊണ്ട് കഅബ പണിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ സ്വീകരിക്കണേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ എന്റെ 2 റക്അത്ത് കണ്ട് അള്ളാഹു അങ്ങ് മയങ്ങിപ്പോയി എന്ന് തീരുമാനിക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. ഒരു യഥാർത്ഥത്തിൽ ഒരു റക്അത്ത് നിസ്കാരം പൂർണ്ണമായ രീതിയിൽ നിസ്കരിക്കണമെങ്കിൽ 25,000 മസ്അല ഒരു റക്അത്തിൽ ഉണ്ടെന്നാണ്. 25,000 മസ്അല. നിസ്കാരത്തിന്റെ 14 ഫർദ് പോലും അറിയാത്ത നമ്മൾ എങ്ങനെയാണ് ഈ നിസ്കാരം കൊണ്ട് നമ്മൾ പടച്ചോനെ വെല്ലുവിളിക്കുന്നത്? ഒന്നുമില്ല, വട്ടപൂജയാണ്. തൂക്കി നോക്കിയാൽ ഒന്നും ഉണ്ടാവൂല. മീസാൻ എന്ന ത്രാസിന്റെ വലിപ്പം എത്രയാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ, ആകാശഭൂമി മുഴുവനും അതിനകത്ത് വെച്ചാൽ ഒരു ചെറിയ നാണയത്തുട്ടിന്റെ വലിപ്പമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മറുപടി കൊടുത്തപ്പോൾ ഈസാ നബി പൊട്ടിക്കരഞ്ഞുപോയി എന്നാണ്. അവിടെയാണ് നമ്മുടെ ഈ പൊട്ട ഇബാദത്ത് കൊണ്ടുവെക്കാൻ പോകുന്നത്.
ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയുന്നു, കുറയ്ക്കണ്ട, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പരലോക യാത്രയ്ക്ക് നിങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റുന്ന ഒരു വലിയ നിധി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യോദയത്തിന് മുമ്പ് ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങളെ 7 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്യണം എന്ന് മഹാനായ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയാൻ. നമുക്ക് ആ കാര്യം പഠിക്കാം. മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായിരുന്നു സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അവരുടെ കാലത്തെ സൗഹൃദം എന്ന് പറഞ്ഞാൽ നികൃഷ്ടതകളും നിന്ദ്യതകളും പരസ്പരം ചർച്ച ചെയ്യലും സംഭാഷണം നടത്തലും ആസ്വദിക്കലും ഒന്നുമായിരുന്നില്ല. എല്ലാ സമയങ്ങളിലും നന്മകൾ മാത്രം പറയുന്ന, അള്ളാഹുവിനെ കുറിച്ച് മാത്രം ഓർമ്മിക്കുന്ന, മരണത്തെ പരലോകത്തെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് പിരിയുന്ന സദസ്സുകളും സംഗമങ്ങളും കൂട്ടായ്മകളും മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നു. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് അവർ പരസ്പരം പറയുകയോ കാണുകയോ ചെയ്യാത്ത വിധം എല്ലാ സംഗമങ്ങളും എല്ലാ കൂട്ടങ്ങളും എല്ലാ ഒരുമിക്കലുകളും അങ്ങനെയായിരുന്നു. അങ്ങനെ കുറെ കാലം ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിന്റെയും പ്രബോധനത്തിന്റെയും ഒക്കെ കാരണമായി അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കേണ്ടി വന്നു. കുറെ നാൾ അകന്ന് നിൽക്കേണ്ടി വന്നു. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. എല്ലായ്പ്പോഴും ചിലപ്പോൾ ചേർന്ന് നിന്നുകൊള്ളണം എന്നൊന്നുമില്ല. ജീവിതത്തിന്റെ ആവശ്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഇടയിൽ ഇത്രയും ആളുകൾ കുറെ കാലം ഗൾഫിൽ പോയിട്ടുണ്ടാവും. കുറെ നാളിന് ശേഷമായിരിക്കും നമ്മൾ വന്ന് കാണുന്നത്. അങ്ങനെയൊക്കെ ചില അകലങ്ങൾ ഉണ്ടാവും. അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു കുറച്ചു കാലം അകന്നു നിന്നു. അപ്പൊ അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിലൊരു വിഷമം. കുറച്ചു നാളായല്ലോ തന്റെ സുഹൃത്തിനോട് സംസാരിച്ചിട്ട്. അവനോട് സംസാരിക്കുമ്പോൾ എന്തൊരു രസമാണ്, എന്തൊരു ഇഷ്ടമാണ്. അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ആ സുഹൃത്തിനെ ഇങ്ങനെ വല്ലാതെ ഓർത്തിട്ട് ഒരു ദിവസം ഇങ്ങനെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. പിറ്റേന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്. അന്ന് ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ ഇങ്ങനെ കത്തുകൾ കൊടുത്തേക്കാം, യാത്രാ സംഘത്തിന്റെ അടുത്ത് കൊടുത്തേക്കാം, ഇത് സൽമാൻ അൽ ഫാരിസി കേൾപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുത്തേക്കാൻ പറ്റും. അങ്ങനെ മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു കത്തെഴുതുകയാണ്. നമുക്കിന്ന് കത്തുകളില്ല, അതിന് പകരം നമുക്കുള്ളത് മെസ്സേജുകളാണ്, വാട്സപ്പ് സ്റ്റാറ്റസുകളാണ്, സോഷ്യൽ മീഡിയയിലൂടെ ഇടപെടലുകളാണ്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു ചെയ്തതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ ബന്ധുക്കളോട് സൗഹൃദ വലയത്തിനകത്ത് നിന്നുകൊണ്ടൊക്കെ നമുക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് ഒക്കെ അയക്കാം. ഇവിടെ വാദി ഹുദ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അൽഹംദുലില്ലാഹ്, വളരെ ശ്രദ്ധിക്കണം, ജാഗ്രത വേണം, നിയന്ത്രിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഉസ്താദുമാർ കൈകാര്യം ചെയ്യുമ്പോൾ മോശം ഉണ്ടാവില്ല, വളരെ ഭംഗിയിൽ അത് ചെയ്ത് നിങ്ങളുടെ ദീനീപരമായ സംശയങ്ങൾ, റമദാനിന്റെ ഒരു 100 സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. എത്ര സംശയം പറഞ്ഞു തന്നാലും മതിയാവത്തില്ല. അങ്ങനെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ. ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ അതൊക്കെ നമുക്ക് ഉപകരിക്കാം. അപ്പൊ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് അന്നുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു മാധ്യമം എന്ന് പറയുന്നത് കത്തയക്കലാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന് കത്തെഴുതുമ്പോ അദ്ദേഹം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. സൽമാനെ, നമ്മുടെ പ്രായം ഇങ്ങനെ കൂടി വരികയാണ്. അബൂദർദാവ് പറയാൻ, ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് ചിരിച്ച് വളർന്നുപോയ സൗഹൃദങ്ങളല്ലേ. സൽമാനെ, നമ്മുടെ പ്രായം ഇങ്ങനെ കൂടി വരികയാണ്. ആരോഗ്യമുള്ള സമയവും ഒഴിവ് സമയവും നമുക്കിനി വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതിനെ ശരിക്ക് അള്ളാഹുവിന് വേണ്ടി നീ ഉപയോഗപ്പെടുത്തണമെന്നത് നിന്റെ ആത്മാർത്ഥമായ ഒരു കൂട്ടുകാരന്റെ വസിയത്തായി, ഉപദേശമായി കണക്കാക്കണം. കണ്ണുനീരോടുകൂടി അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, അത് നീ ചെയ്തില്ലെങ്കിൽ മിൻ ഖബ്ലി അൻ യൻസില ബിക മിനൽ ബലാ, ഇനി കുറച്ച് പ്രായം കഴിഞ്ഞാൽ പിന്നെ അസുഖങ്ങളൊക്കെ വരും. അസുഖം വരുമ്പോ പഴയതുപോലെ നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, സുന്നത്ത് നിസ്കരിക്കാൻ, ഖിദ്മത്ത് ചെയ്യാനൊന്നും ചിലപ്പോൾ നമുക്ക് സാധ്യമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സൽമാനെ, നിനക്ക് അള്ളാഹു ഒരു പരീക്ഷണമോ ബുദ്ധിമുട്ടോ രോഗമോ പ്രയാസമോ ഒക്കെ തരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സൽമാനെ, നീ അള്ളാഹുവിലേക്ക് കൃത്യമായി ബോധത്തോടെ മടങ്ങണം. ലാ യസ്തതി വഹദു മിനന്നാസ് റദ്ദഹു അൻക. നഷ്ടപ്പെട്ടു പോയ ആ സമയത്തെ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാണ്. ഒരു കൂട്ടുകാരൻ